നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 8 വ്യാഴാഴ്ചയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 14 ദിവസത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാനുമേൽ ആഞ്ഞടിച്ചു. എന്നാൽ ഇന്നലെ പാക് ജനതയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് US സ്റ്റോക്കുകൾ ബുധനാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഇൻവെസ്റ്റേഴ്സ് കാത്തിരുന്ന ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് പുറത്തു വന്നത്. US പലിശ നിരക്ക് അതേപടി നിലനിർത്താൻ തീരുമാനിച്ചു. പണപ്പെരുപ്പം ഉയർന്നതിനും തൊഴിൽ നഷ്ടത്തിനും ഇപ്പോൾ കൂടുതൽ അപകട സാധ്യതയുണ്ടെന്ന് ഫെഡറൽ ചെയർ ജെറോം പവൽ പറഞ്ഞു. ഇതിന് കാരണം ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ തന്നെയാണ്. പക്ഷേ ഫെഡ് മീറ്റിങ്ങിന് ശേഷം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പുകളെ നിയന്ത്രണങ്ങൾ നീക്കും എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇത് സെമി കണ്ടക്ടർ സ്റ്റോക്കുകൾക്ക് വളരെയേറെ അവസാന മണിക്കൂറുകളിൽ വിപണി ഉയരാനുള്ള ഒരു കാരണവും അത് തന്നെയായിരുന്നു. ഇനി യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. കോർപ്പറേറ്റ് ഏർണിംഗ്സിൽ യൂറോപ്യൻ വിപണികൾ ഇന്നലെ ഇടിയുകയുണ്ടായി. ഇനി ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $97,000 തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് 1% ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 72,600 രൂപയാണ്. ഈ മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.34% ഇടിവ് രേഖപ്പെടുത്തി. വിപ്രോ 0.35% നേട്ടത്തിലും ICICI, HDFC ബാങ്ക് എന്നിവ ചെറിയ ഇടിവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ റെഡ്ഡി 0.0% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ എക്കണോമിക് അൺസർട്ടൈനിറ്റി നിലനിൽക്കുന്നതിനാൽ ഓയിൽ പ്രൈസുകൾ 1% ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തി. ഇന്നലെ യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ വിപണി ഒരു ഇടിവിലേക്ക് പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്നലെ വലിയ ഇടിവിലേക്ക് പോയത്. 5.78% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെൻറ്റ് മുതൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുമുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വെറും 799 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. 200 ലൈക്കുകൾ തന്നെയാണ് ഇന്നത്തെ ഈ ലൈക്ക് ടാർഗറ്റ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി USഉം ചൈനയും സ്വിറ്റ്സർലാൻഡിൽ പ്രധാനപ്പെട്ട വ്യാപാര ചർച്ചകൾ നടത്തും. US ചൈന ചർച്ചകൾ ഈ ശനിയാഴ്ചയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ജാമിസൺ ഗ്രീനും ഈ വാരാന്ത്യത്തിൽ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ചൈനയുടെ സാമ്പത്തിക നേതാവ് ഹി ലൈഫിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. സംഘർഷങ്ങൾ ലഘൂകരിക്കാനും നിലവിലെ US ചൈന വ്യാപാര യുദ്ധം പരിഹരിക്കുക തുടങ്ങിയവയാണ് ചർച്ചകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ മീറ്റിംഗിന്റെ വാർത്ത പുറത്തുവന്നതോടെ ഓഹരി വിപണികളും ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മീറ്റിംഗിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതോടെ US ഇക്വിറ്റി ഫ്യൂച്ചറുകൾ ഉയർന്നു. കൂടാതെ ചൈനീസ്, ഹോങ്കോങ് വിപണികളും ഉയർന്നു തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഈ ചർച്ചയ്ക്ക് ധാരാളം അജണ്ടകൾ ഉണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ടത് താരിഫ് കുറയ്ക്കൽ എന്നത് തന്നെയാണ്. കൂടാതെ ഒത്തിരിയേറെ മറ്റ് അജണ്ടകളും ഇതിൽ വരുന്നുണ്ട്. ഏതായാലും ഈ ചർച്ചകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഇന്ത്യൻ വിപണിയെ കൂടി സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഈ വാർത്ത നമ്മൾ പ്രത്യേകം ഇന്നിവിടെ ഫോക്കസിലിട്ടിരിക്കുന്നത്. ഇനി മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ Q4 റിസൾട്ടുകളിലേക്ക്. ആദ്യം കോൾ ഇന്ത്യ എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 12% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 9,604 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1% ഇടിവ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 5.15 രൂപയാണ് പെർ ഷെയർ എന്ന നിലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തത് വോൾട്ടാസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 107% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 241 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.4% വർധനവും ബോർഡ് ഡിവിഡൻഡായി 7 രൂപയുമാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് യുണൈറ്റഡ് ബ്രൂവറീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 20.5% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 97.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 8.9% വർധനവ് രേഖപ്പെടുത്തി. 2,321.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ബോർഡ് ഡിവിഡൻഡായി 10 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് ടാറ്റ കെമിക്കൽസ് ആണ്. വളരെ നല്ല റിസൾട്ട് തന്നെയാണ് കമ്പനി കൊണ്ടുവന്നത്. കാരണം അവരുടെ നെറ്റ് ലോസിൽ നല്ല ഒരു കുറവ് വന്നിരിക്കുന്നു. 56 കോടി രൂപയായിട്ടാണ് ഇപ്പോൾ ലോസ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 850 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്.
റവന്യൂവിൽ 1% വർധനവും വന്നിരിക്കുന്നു. 3509 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഡിവിഡൻഡായി കമ്പനി 11 രൂപയാണ് പ്രഖ്യാപിച്ചത്. മറ്റൊരു നല്ല റിസൾട്ട് പുറത്തു വന്ന കമ്പനി സിംഫണിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 64.6% വർധനവ് രേഖപ്പെടുത്തി 79 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 47% വർധനവും 488 കോടി രൂപയുമാണ് റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയത്. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 8 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 231.2% വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 16 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ പക്ഷേ 1.6% ഒരു ഇടിവ് രേഖപ്പെടുത്തി 773.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സൊനാറ്റ സോഫ്റ്റ്വെയർ. നെറ്റ് പ്രോഫിറ്റിൽ 2.4% വർധനവ് 107.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 8% ഇടിവും. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 4.40 രൂപയാണ് ഒരു പെർ ഷെയർ എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തത് ബ്ലൂ സ്റ്റാറിൻ്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 20.6% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂവിൽ 20.8% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 9 രൂപയാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ലാർസൻ ആൻഡ് ടുബ്രോ, ടൈറ്റൻ കമ്പനി, ഏഷ്യൻ പെയിൻറ്റ്സ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഭാരത് ഫോർജ്, ബയോകോൺ, എസ്കോട്ട്സ് കുബോട്ട, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ആരത്തി ഇൻഡസ്ട്രീസ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, ദിലീപ് ബിൽഡ്കോൺ, IIFL ഫിനാൻസ്, ജിൻഡാൽ സ്റ്റെയിൻലെസ്, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ, മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, REC, സി എൻ്റർടൈൻമെൻറ്റ് എന്നിവയാണ്. ഇനി സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ ആരംഭിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, അതുപോലെ ഓപ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലൂടെയും കവർ ചെയ്ത് പോകുന്ന ഒരു ക്ലാസ്സുകൾ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS ബൈ ചെയ്തത് 2586 കോടി രൂപയ്ക്കാണ്. എന്നാൽ DIS ബൈ ചെയ്തത് 2378 കോടി രൂപയ്ക്കും. ഏതായാലും ഇപ്പോഴും FIS ഒരു സംശയം കൂടാതെയുള്ള ബൈയിങ്ങിൽ തന്നെയാണ് എന്ന സൂചനകൾ തന്നെയാണ് ഇത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.05% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.35% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,379 എന്ന നിലയിൽ 39 പോയിന്റ്സ് ഇടിഞ്ഞാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം 80 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. എക്കോണമിയിലെ അനിശ്ചിതത്വം കൂടുതലായി ഉയർന്നതിനാൽ ഇന്നലെ ഓയിൽ പ്രൈസുകൾ 1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $61.29 പെർ ബാരൽ എന്ന നിലയിൽ 0.51% നേട്ടത്തിലാണ്. WTI ഉള്ളത് $58.26 പെർ ബാരൽ എന്ന നിലയിൽ 0.33% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 24,414 35 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഓപ്പണിങ്ങിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് നല്ല ഒരു ബൗൺസ് ബാക്ക് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അപ്സൈഡിൽ ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുന്നത് 24,500-550 സോൺ തന്നെയാണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാൻ ഇതുവരെയും നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 24,700-750 സോണായിരിക്കും. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്കും 24,500 അതുകൊണ്ട് ഈ 24,500 പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഡൗൺ സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,200 24,000 ലെവലുകളുമാണ്. നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 10-day EMA ആണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയാണ്. 24,400 സ്ട്രൈക്കിൽ 24% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. 33% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,350 സ്ട്രൈക്കിൽ 92% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 48% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. 24,450 സ്ട്രൈക്കിൽ 20% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 12% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,350 സ്ട്രൈക്കിൽ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ 24,400 24,450 സ്ട്രൈക്കുകളിൽ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് സ്ട്രോങ് ആയി നിൽക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 24,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,400 സ്ട്രൈക്കിൽ, അതിനുശേഷം 24,600 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,300, അതിനുശേഷം 24,000 സ്ട്രൈക്ക്, അതിനുശേഷം 24,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,300ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ നല്ല നേട്ടമുണ്ടാക്കിയത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. 54,610-ൽ 340 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൾ ടൈം ലെവലുകൾ തന്നെയാണ്. ആദ്യം 55,000ഉം അതിനുശേഷം 56,088 എന്ന ഓൾ ടൈം ഹൈയും ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ നോക്കിയാൽ 55,000 തന്നെയാണ് അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത്. ഡൗൺ സൈഡിൽ 54,000 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. ഇന്ത്യ വിക്സിലേക്ക് 19 മുകളിലായിട്ട് തന്നെയാണ് ഇന്ത്യ വിക്സ് ഉള്ളത്. 19.06-ൽ 0.34% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അല്ലാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ ആ ഗ്രൂപ്പിൽ നൽകാറുള്ളതാണ്. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. അത്തരത്തിൽ ആർക്കെങ്കിലും ആ സൈറ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ലിങ്കും അവിടെ തന്നെയാണ്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.